ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കയറി വരുന്നുണ്ടല്ലേ, എൻ്റെ വീഡിയോ തന്നെയാണ്. ഞാൻ തൽക്കാലം ഒന്ന് പോസ് ചെയ്യാണ്. ശരിക്കും ഞാനിത് കാണിക്കാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല. ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ എനിക്കിത് വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വീഡിയോസ് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ വീഡിയോ കാണരുത് എന്ന് തന്നെയാണ്. ഓക്കെ, ഞാനും അതിനോട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നു എന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പാട്ടൊക്കെ കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ കേട്ടാണല്ലോ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ്, അതായത് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് പുതിയ വാഹനങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, കമ്പനി വരുന്ന സ്റ്റീരിയോകളിലൊന്നും, അതായത് കമ്പനി വരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൊന്നും നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് ഒരു കാരണവശാലും പാട്ട് കേൾക്കാൻ സാധിക്കും, പക്ഷേ ഒരു കാരണവശാലും വീഡിയോ കാണാൻ സാധിക്കത്തില്ല. ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വാഹനം ഓടിക്കുകയാണെങ്കിൽ പോലും എങ്ങനെ ഓടിച്ചെന്ന് പറഞ്ഞാലും കാണാൻ സാധിക്കും. അത് നിങ്ങളും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും ഇതിന് അങ്ങനെ ഒരു ഫീച്ചർ വരാത്ത എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നാൽ എന്തുകൊണ്ട് കമ്പനി വരുന്ന സ്റ്റീരിയോസിൽ ഈ ഒരു രീതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു? ശരിക്കും അവർ പറയുന്ന സേഫ്റ്റി ഫീച്ചറാണ്. അത് ശരിക്കും സേഫ്റ്റിയുടെ ഭാഗം കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ചെറിയ രീതിക്കൊക്കെ ഞങ്ങളത് മാറ്റാറുമുണ്ട്. അതായത് മാരുതിയുടെ വാഹനങ്ങളൊക്കെ ഈ ഒരു പറഞ്ഞ പ്രശ്നം വരുന്ന സമയത്ത്, പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു വയർ ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ശരിയാവും. ഞാനത് ആരോടും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഇപ്പം പുതുതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാൽ സാധാരണ വരുന്ന വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്? സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നുണ്ട്. ശരി, അത് ശരിക്കും സേഫ്റ്റി ആണോ? കാരണം വാഹനത്തിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവർക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അങ്ങനെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കും കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊക്കെ പോകാൻ സാധിക്കും. ഒരു ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഒരു സിനിമയൊക്കെ വെച്ച് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ല. നമ്മളത് കേൾക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് പാട്ട് കേൾക്കുക, വീഡിയോസ് കാണുക, ഇങ്ങനെയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. നെഗറ്റീവാണ്, ഞാൻ ഈ പറയുന്നത് തെറ്റാണ്, അങ്ങനെയല്ല. നമ്മൾ സേഫ്റ്റി കൺസേൺ ആയിരിക്കണം. നമ്മളിത് കേൾക്കാൻ പാടില്ല. ഫുൾ ടൈം റോഡിൽ തന്നെ ശ്രദ്ധ വേണ്ടെന്നല്ല. പക്ഷേ എന്നാലും കുറച്ചൊക്കെ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടയേർഡ് ആകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. കുറച്ചൊന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടും ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ എവിടെയെങ്കിലും പോകുമായിരിക്കും. പക്ഷേ എന്നാലും എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ഞാൻ ഒരുപാട് ലോങ് ഒക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ലോങ് പോകുന്ന സമയത്ത് ഞാൻ സാധാരണ ചെയ്യുന്ന നെറ്റ് ഓൺ ആക്കിയിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്തിടും, ഏതെങ്കിലും സിനിമ എടുത്തിടുമായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ജസ്റ്റ് കേട്ടുകൊണ്ടാണെങ്കിലും ചിലപ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു മാറി ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വീഡിയോ സോങ്സ് ഒക്കെ ആണെങ്കിലും പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നത് ശരിയാണോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതോ കമ്പനി പറയുന്ന പോലെ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വീഡിയോ കാണാൻ പാടില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ മാത്രം കാണാവുള്ളൂ, ഈ പറയുന്ന രീതി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇല്ലെന്ന് കമൻറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നല്ലൊരു രീതിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ അതും ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്.